പണ്ടു പണ്ടേഴനിൽ നിന്നും രണ്ട് സ്വർണ്ണലകകൾ പടർന്നു വന്നു. ഏകാന്ത നക്ഷത്ര പൂനിലത്തേങ്കണം തേടുമി കൈകളെ പോലെ. ഈ കൈകൾ ഈ വിരൽ തുമ്പു പോലെ. പണ്ടു പണ്ടേഴനിൽ നിന്നും രണ്ട് സ്വർണ്ണലകകൾ പടർന്നു വന്നു. ഹായ്, നോക്കൂ, എത്ര കണ്ടാലും മതി വരാത്ത ഒരു പൂക്കൾ ഗാർഡനിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നതാണ്. ഇതാ നിങ്ങൾ കണ്ടില്ലേ, എത്രയോ ദൂരത്തിന് എന്ത് മനോഹരമായിട്ടുള്ള പെറ്റോണിയയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഹൈബ്രിഡിൻ്റെ നോക്കിയേ, നല്ല നീളത്തിൽ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, പല കളറിലും. അതുപോലെ തന്നെ ഫോട്ടോയും വീഡിയോയും മാമൻ ഉൾപ്പെടെ ഒരുപാട് പേരെടുക്കുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന, കളറിട്ട് നിൽക്കുന്ന നമ്മുടെ പെറ്റോണി പൂക്കൾ. ഇതാ നോക്കിയേ, ഹൈബ്രിഡിൻ്റെ പല കളറിലുള്ള പന്തലടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. എത്ര സുന്ദരമായിട്ടുള്ള കളർ അല്ലേ! പട്ടുമെത്ത വിരിച്ചതുപോലെ പന്തലിട്ട് നിൽക്കുന്ന ഈ മനോഹര സുന്ദരികളെ ഒന്ന് കാണാൻ വേണ്ടി ഖത്തറിലെ അൽക്കൂർ എന്ന് പറയുന്ന സിറ്റിയിലാണ് ദാ ഈ ഗാർഡൻ ഉള്ളത്. മനോഹര കാഴ്ചയായി എല്ലാവർക്കും, അടുത്തുള്ളവർക്ക് വന്ന് കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്ന് വേണ്ട, അത്രയ്ക്ക് നല്ല മനോഹര കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ വീഡിയോകളും ഫോട്ടോകളൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയേ, അത്ര മനോഹരമായിട്ട് അവിടെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടേ കോരി തരിച്ചു പോകും കേട്ടോ. അത്ര സുന്ദരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൂക്കളുടെ ആശാനെ നമുക്കൊന്ന് പരിചയപ്പെടണം. പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആ പുള്ളിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സീസണാണ്, വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാവനിവിടെ വന്നത് കേട്ടോ. കണ്ടപ്പോഴാണെങ്കിലോ എന്താ പറയുക, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. മനസ്സ് കൊതിക്കുന്ന പൂക്കളാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന പെറ്റോണിയ. അങ്ങനെ നല്ല കളറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളെ നമുക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണോ അതോ ഈ ചെടികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകതയാണെന്നറിയില്ല. എന്തായാലും നിറയെ പൂവിട്ട് നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ്. അതാ നോക്കിയേ, പേപ്പറുകൾ ചുരുട്ടി എറിഞ്ഞിരിക്കുന്നത് പോലെ വെള്ള കളറിൽ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരികളാണ് ഇവിടെ നിറയെ നിൽക്കുന്നത്. അങ്ങനെ ഘട്ടഘട്ടമായിട്ട് ഓരോ പൂക്കളും ഓരോ തരത്തിൽ പൂത്ത് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. എത്രയോ ആൾക്കാർ കണ്ടിട്ടേ എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് തിരിച്ചു പോകുന്ന ഓരോ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതാ നോക്കിയേ, ഇതെന്താണ് ഈ കാണുന്നത്, നിങ്ങൾ തന്നെ പറയൂ, എന്ത് മനോഹരല്ലേ. അങ്ങനെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനിയും നല്ല സുന്ദരികളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വന്ന് കാണാൻ ഒരു പ്രത്യേകത രസം തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് പറയാം കാണാൻ തന്നെ. നോക്കിയേ, ഇത്രയും ഒരു ഗ്രൗണ്ടായിട്ടുള്ള ഒരു പാർക്കാണ്, നല്ല ഏരിയ ഉള്ളതാണ്. ആ കാണുന്നത് ബാത്റൂമാണ് കേട്ടോ. ആൾക്കാർക്ക് ഒന്നിനോ രണ്ടിനോ ഒക്കെ പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മീഡിയമായിട്ടുള്ള ഒരു ഗ്രൗണ്ടും അതുപോലുള്ളൊരു ഗാർഡനുമാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ. ഓരോ സീസണിലും മാറ്റി മാറ്റി നടുന്ന ചെടികളാണ് ഈ ഗാർഡനിലുള്ളത്. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കിയേ, ആ ബാത്റൂമിലേക്ക് പോകുന്ന വഴി നോക്കിയേ, രണ്ട് സൈഡിലും നിറച്ച് കളറിട്ട് നിൽക്കുന്ന പൂക്കളും അതുപോലെ നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല വെറൈറ്റി പൂക്കൾ തന്നെയാണ്. അതുപോലെ ഒരു ചെറിയ സ്വിമ്മിംഗ് കുളം ഒരുക്കിയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വളരെ കുറവാണ്. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അവരുടെ മൊബൈലിൽ തന്നെ നോക്കി അങ്ങനെ സന്തോഷിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ചെടിയെ നട്ടുപിടിപ്പിച്ച ആ വ്യക്തിയെ നമുക്കൊന്ന് കാണണം. എൻ്റെ ഒരു ദോസ്താണ്, പുള്ളി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണും. അങ്ങനെ പുള്ളി എന്നെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വരും. അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു സന്തോഷമായൊരു കാര്യം തന്നെയാണ് ഇവിടെ വന്നത്. പുള്ളി പറഞ്ഞിട്ട് ആണ് ഞാനിവിടെ വന്ന് കണ്ടത് കേട്ടോ. കണ്ടപ്പോഴോ മനസ്സ് നിറഞ്ഞ പൂക്കളും അതുപോലെ നല്ല പ്രകൃതിയുമാണ് ഇവിടെ ഉള്ളത്. അടിപൊളിയാണ്. എത്രയോ മനോഹര കാഴ്ചയെന്നറിയാം കാണാൻ തന്നെ. എത്ര കണ്ടാലും മതി വരില്ല.
അങ്ങനെയുള്ള ഒരു നല്ല കാലാവസ്ഥ. അതുമാത്രമല്ല ഇളം കാറ്റും അതുപോലെ നേരിയ തണുപ്പുമുള്ള ഈ കാലാവസ്ഥയിൽ ഈ പൂക്കൾ സന്തോഷം കൊണ്ട് അമ്മാനമാടി ചിരിച്ച് രസിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കിയേ, ഇത്രയും പൂക്കൾ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴേ കോരിത്തരിച്ചു പോകും. സത്യം പറഞ്ഞാൽ അത്ര സൂപ്പറാണ്. അങ്ങനെ മാമനെ ഇങ്ങോട്ട് ക്ഷണിച്ച ആ വ്യക്തിയെ നമ്മൾ ഇതുവരെ കണ്ടില്ല. പുള്ളി അങ്ങനെ തേടുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ എനിക്ക് തന്നെ ഈ പൂക്കളെ കണ്ട് ആകെ കിളിപോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത്രയ്ക്കൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ തന്നെ ഉള്ളത്. എന്തായാലും നമ്മുടെ ദോസ്തിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സ് വളരെ സന്തോഷിക്കും. കുറേ നാടുകളായി കണ്ടിട്ട് തന്നെ. അങ്ങനെ എന്തായാലും പുള്ളി നമ്മളെ മറക്കാതെ തന്നെ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആളിനെ കണ്ടു കേട്ടോ. ഇതാണ് നമ്മളുടെ ആ വ്യക്തി. പുള്ളിക്കാരൻ നോക്കിയേ, ആദ്യമായിട്ട് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ പ്ലാനിലാണ് ഈ ചെടികളെ കൂടെ നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരനെ കണ്ടു, പുള്ളിയുടെ സ്നേഹവും അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. അവിടെ ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു. അവിടെയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. അങ്ങനെ പുള്ളി നമ്മൾ മാസങ്ങളോളം കഴിഞ്ഞു കണ്ടിട്ട് തന്നെ. അതുപോലെ തന്നെ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ 3 മണിക്കൂറത്തെ ടൈമാണ് നമുക്ക് ബസ്സിന്ന് ഡ്രൈവർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 3 മണിക്കൂറിനകത്ത് വെച്ച് തിരിച്ചു പോകണം. 5 മണിക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാണെങ്കിൽ ഒരുപാട് എന്തൊക്കെയോ പറയണം, പഴയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ട്. ഇതൊരു കിളിയുടെ കൂടാണ് ഇതുപോലെ പണിത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പെരുത്ത റൗണ്ടായിട്ടുള്ളത് വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാനാണ്, കിളികൾക്ക് വന്ന് കുടിക്കാനേ. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെയാണ് പുള്ളി എന്നോട് കാണിച്ചത്. ഇവിടെ ഒരുപാട് പൂക്കളൊക്കെ നട്ടതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ സമയങ്ങളൊന്നുമില്ല. അങ്ങനെ ദോസ്തിനോട് ബൈ പറഞ്ഞുകൊണ്ട് മാമൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള പൂക്കളും ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കൊന്നും മറക്കാതെ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരണം, കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. ഓക്കെ, ബൈ.